ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടായിരുന്നു. ആദ്യമേ നോട്ട്, പിന്നെ ചെയിന്, പിന്നെ സിംഗിൾ ക്രോഷ്യ. ഇത്രയാണ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തത്. ആ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുവരെ ചെയ്ത് നിർത്തിയിടത്ത് നിന്നും അടുത്ത സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ചെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ചെയ്തതൊന്ന് റിവേഴ്സ് ചെയ്യാം, ഒന്ന് തിരിക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിനായി ആദ്യമേ നമ്മൾ ഈ യാണൊന്ന് നീഡിലേൽ ചുറ്റുക. എന്നിട്ട് ആദ്യത്തെ ചെയിനിനുള്ളിലേക്ക് നമ്മളുടെ നീഡിൽ ഇറക്കുക. ചെയിനിനുള്ളിലെ ഈ 2 യാണിലൂടെയും വേണം നീഡിലിറക്കാൻ. എന്നിട്ട് ഈ യാൺ കോർത്ത് ആ ചെയിനിലൂടെ വലിച്ചിറക്കാം. ഇപ്പോൾ നീഡിലിൽ 3 എണ്ണമുണ്ട്. ആ 3 ലൂപ്പിലൂടെയും വീണ്ടും യാൺ കോർത്ത് വലിച്ച് ഇറക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒന്നുകൂടി ചെയ്യാം. നീഡിലിൽ യാണൊന്ന് ചുറ്റുക. എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് നീഡിൽ ഇറക്കുക. എന്നിട്ട് യാൺ കോർത്ത് വലിച്ച് ഇറക്കി ഈ 3 ലൂപ്പിലൂടെയും വീണ്ടും കോർത്ത് വലിച്ച് ഇറക്കാം. ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ആദ്യം ചെയിന്, പിന്നെ സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നിങ്ങനെയാണ് ചെയ്തത്. താങ്ക് യു.